എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ആക്ച്വലി സൈക്കിളിൽ സൊമാറ്റോ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ കാലമായിട്ട് നമ്മൾ സൊമാറ്റോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സൊമാറ്റോ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഇന്ന് നമ്മൾ വീണ്ടും സൊമാറ്റോ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് ഞാൻ ഓർഡർ കിട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സാധനം ഓർഡർ കിട്ടണില്ല. ഞാൻ അരമണിക്കൂറായി ഇങ്ങനെ റൗണ്ട് അടിക്കില്ല. വീട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കല്യാൺ 99 ഇവരുടെ ഒരു ആഡ് ഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അയ്യോ, എന്നെ മറന്നതാണോ? പീക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ലൊക്കേഷനാണ് കാട്ടണത് കേട്ടോ. ഞാൻ ഇവിടെയാണ്, പീക്ക് ഏരിയ ഇവിടെയാണ് കേട്ടോ. എനിക്കതാ മനസ്സിലാവാത്ത. തൃശ്ശൂരൊക്കെ കടകളൊന്നും ഇല്ലേ നോക്കിയേ. കാലത്തന്നെ അവിടെ ചേട്ടന്മാര് ഓട്ടോ കഴുകുന്നുണ്ട് കേട്ടോ. അവർക്ക് വീട്ടിൽ കഴുകാൻ സ്ഥലമില്ലാണ്ടാണോ? ഞാൻ കളിയാക്കി ചോദിച്ചല്ലേ, സീരിയസ് ആയി ചോദിച്ചതാ. ചിലപ്പോൾ വെള്ളം ലാഭിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവട്ടോ. ചായ കുടിച്ച് പോയാലോ? ഇത് പഠിക്കും തോന്നുന്നില്ല കേട്ടോ. ചേട്ടാ, നമ്മളിപ്പോ മനോരമ ജംഗ്ഷൻ എത്തി. ഇതാണ് മനോരമ ജംഗ്ഷൻ കേട്ടോ. മാർക്കറ്റ് എല്ലാം ഈ ഒരു ജംഗ്ഷനോട് സമീപ പ്രദേശങ്ങളിലിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കൈ വാക്ക് ഉണ്ടല്ലോ, സ്കൈ വാക്ക് AC ആക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. AC അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി എന്നാ പറഞ്ഞത്. AC ആക്കി. അതുപോലെ തന്നെ കേരളത്തിലത്തെ ഏറ്റവും വലിയ ഇതുകൂടിയാണ് കേട്ടോ തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡിലുള്ള ഈ ഒരു സ്കൈ വാക്ക് നിങ്ങൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വേറെ പല സ്ഥലത്തും സ്കൈ വാക്ക് ഉണ്ട്, പക്ഷേ അതൊന്നും ആയിട്ടില്ല. വെറുതെ കൊത്തുമ്പോ ഒരു സുഖം. ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്തോ. അറിയാത്തൊരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ പ്രശ്നമാണല്ലോ. ഓർഡർ എടുക്കാൻ പോകേണ്ടത് 1.25 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഓർഡർ എടുക്കാൻ പോകേണ്ടത്. ഓർഡർ കൊണ്ട് കൊടുക്കണത് 6.5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടപ്പ് തെറിക്കുന്നു തോന്നുന്നു കേട്ടോ. എങ്ങനത്തെ 10 കിലോമീറ്ററിനൊക്കെ അടുത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാ. എന്തായാലും നോക്കാം. ഇനി എടുത്ത് കഴിച്ചു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മാപ്പ് ഇട്ടിട്ട് വിഘ്നേശ്വര പ്യുവർ വെജിറ്റേറിയൻ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ്. ചില ഹോട്ടലുകൾ ഞാൻ എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും കേട്ടോ. ഇതതെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. വിഘ്നേശ്വര ഇവിടെ നിന്നൊക്കെ ആദ്യമായിട്ട് എനിക്ക് ഓർഡർ കിട്ടണം കേട്ടോ. നമ്മുടെ ഇവിടെ തൃശ്ശൂരാണെങ്കിൽ ആക്ച്വലി ഭാരത് ഉണ്ട്, അതുപോലെ തന്നെ പത്തൻസ്. ഞാൻ കാലത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടാട്ടോ. തൃശ്ശൂർക്കാര് അത് കഴിച്ചിട്ടാണ് കാലത്ത് ഉണരാ. അതെ, ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ പയ്യെ തിരിച്ചിട്ട് പോട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് AC കൊള്ളാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ലേറ്റ് ആവാണ്, ഇനി പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മടിയാ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ആ മടി മാറ്റണമെന്ന് നിങ്ങൾ 100% മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ സൈക്കിൾ എടുത്ത് സൊമാറ്റോയ്ക്ക് ഇറങ്ങാം. ഇതിന് വലിയ അഡ്വൈസ് ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. എൻ്റെ മോനെ ഇനിയിപ്പോൾ 6 കിലോമീറ്റർ തിരിച്ച് ഫുഡ് എടുത്തിട്ട് കൊണ്ട് പോണട്ടാ. അതാണ് അടുത്ത പണി. ആദ്യം ഹോട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. ഹോട്ടൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. നോക്കട്ടെ. അയ്യടാ, ഈ ഭാഗത്തല്ല അല്ലേ? ഇത് മറ്റേ സൈഡിൻ്റെ ആ ഒരു സ്ഥലമാണ്. ഇവിടെ അല്ല, വഴി തെറ്റി. ആ സൈഡിൻ്റെ തൊട്ടപ്പുറത്തെ വഴി കൂടെ നമ്മൾ കട്ട് ചെയ്ത് കയറിയിട്ടാ. ചേട്ടാ, എനിക്ക് ഓർമ്മയിൽ ആ ഹോട്ടലിൻ്റെ ഇത് വരുന്നില്ല കേട്ടോ. അത് ഏതാണാവോ? വിഘ്നേശ്വര. ഇതായിരുന്നു കേട്ടോ വിഘ്നേശ്വര പ്യുവർ വെജിറ്റേറിയൻ. കണ്ട, ജസ്റ്റ് ഒന്ന് ഇടുങ്ങിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരാണ്ടിരുന്നത്. സൈക്കിളോടെ വയ്ക്കട്ടെ. എന്നിട്ട് പയ്യെ ഞാൻ ഇവിടുന്ന് പോട്ടെ കേട്ടോ. സോറി, സൈക്കിളോടെ വെച്ചിട്ടുണ്ട്, കുഴപ്പമുണ്ടാവില്ല വിചാരിക്കണം. ആദ്യം ഓർഡർ റെഡി ആയി നോക്കട്ടെ. ഓർഡർ റീച്ച് ചെയ്ത പിക്കപ്പ് ലൊക്കേഷൻ 8 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. 8 മിനിറ്റ് ഉണ്ട് നമുക്ക് ഈ സാധനം ഓർഡർ എടുക്കാൻ വേണ്ടി. അപ്പോൾ 8 മിനിറ്റ് റെസ്റ്റാണ്. ആലു പൊറോട്ട ഇതാണ് കേട്ടോ. ഞാൻ ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽ നോക്കട്ടെ, നിങ്ങൾക്ക് കാട്ടിയാനില്ല. എൻ്റെ മോനെ, കസ്റ്റമർ ഇവിടെയാണ് കേട്ടോ. ചേറ്റുപുഴയാണ്. അയ്യോ, ചേറ്റുപുഴ സീന. ചേറ്റുപുഴ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. ചേറ്റുപുഴ ഇത് ഒറ്റ ഓർഡർ കൊണ്ട് നിർത്തും കേട്ടോ. ഞാൻ 2 മണിക്കൂർ 6.5 കിലോമീറ്റർ ആയി. എൻ്റെ മാതാവേ,
ഭാഗ്യത്തിന് ആലു പൊറോട്ടയും ഇതാ, വലിയ ഭാരം ഉണ്ടാവില്ല. കാലത്തത്തെ മോർണിംഗ് ഇത് കഴിഞ്ഞു കേട്ടോ, വർക്കൗട്ട് കഴിഞ്ഞു. സീൻ 6.5 കിലോമീറ്റർ കൃത്യം. ഞാൻ തൃശ്ശൂരായിട്ടും ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ, ആയിത്തോട്ടാണ്. 4042 4042. ഇതിപ്പോൾ സമയം കൂടി വരാനുള്ള 1 മണിക്കൂർ ഇതിൻ്റെ മുന്നിൽ തന്നെ പോയിട്ടുണ്ടല്ലോ കേട്ടോ. 1 മണിക്കൂർ ഇതിൻ്റെ മുന്നിൽ തന്നെ പോയെന്നുണ്ട്. ഞാൻ നേരത്തെ പോയി ചോദിച്ചപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ആദ്യം 5 മിനിറ്റ് ആയിരുന്നു, പിന്നെ 7 മിനിറ്റ് ആയി, ഇപ്പോൾ 11 മിനിറ്റ് ആയിട്ടാ. 11 മിനിറ്റ് ആയി. ഇനി 11 മിനിറ്റും കഴിഞ്ഞ് ഈ 8 കിലോമീറ്റർ കൊണ്ടു കൊടുക്കുമ്പോൾ എന്തായാലും 8 മണി കഴിയും കേട്ടോ. 8 മണിയല്ല, 9 മണിയാവും. അരമണിക്കൂറിന് താഴെയാണ്. 10-15 മിനിറ്റ് എന്തായാലും വേണം അവിടേക്ക് പോകണമെങ്കിൽ, സൈക്കിളിൽ 6 കിലോമീറ്റർ പോകണമെങ്കിൽ. എന്തോ താങ്ക്സ് ഗൈസ്. ഞാൻ അതേ ഹോട്ടലിൽ തന്നെ ഒരു കോഫി കുടിക്കാൻ കയറിയിട്ടാണ്. അല്ലാതെ നടപടിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. നല്ല പാത്രം. ഇത് 17 മിനിറ്റാണ് കാട്ടണം കേട്ടോ. നോക്കി, 17 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ഇതെനിക്കില്ല. അപ്പം ഞാൻ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതല്ല ഓർഡർ തന്നെ 4042. ഓക്കെ. എന്താണെന്ന് അറിയില്ല കേട്ടോ, കുറച്ചധികം ഇത് ആയി. പിക്കഡ് ഓർഡർ അടിക്കട്ടെ, സബ്മിറ്റ് കൊടുത്ത് ഇനി നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാം കേട്ടോ. കുറച്ചധികം നേരം എടുത്തു കേട്ടോ. ജസ്റ്റ് ഒരൊറ്റൊരു ഡിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയില്ല എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്. ഞാനൊരു അരമണിക്കൂർ അവിടെ AC ഇരുന്ന് കോഫിയും കുടിച്ചു കേട്ടോ. 24 രൂപ കോഫി. അപ്പോൾ ഈ ഡെലിവറിയുടെ കാശ് അങ്ങനെ പോയി കിട്ടിയിട്ടാ. എനിക്കിത് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. 50 രൂപയുടെ ഓർഡർ എടുക്കും, 100 രൂപയുടെ ഫുഡ് ഞാൻ കഴിക്കും കേട്ടോ. ആ ഒരു സൈക്കിൾ ഓടണേൽ രസമാണ്. അമ്മ കോമഡി പറയും, ഞാൻ സൊമാറ്റോ ഡെലിവറി സൈക്കിളിൽ ചെയ്യണേന്. ഞാൻ ഇപ്പോൾ എന്തായാലും ഓർഡർ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. ആസ് യൂഷ്വൽ കുറേ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുകൾ ഇവന് പ്രാന്തടാന്നുള്ള രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ട്. സോ നമുക്ക് തിരക്കാവണേക്കാട്ടും മുന്നേ പോവാട്ടോ. സൊമാറ്റോന്ന് മെസ്സേജ് വന്നു, ഈ ഡെലിവറി കൊണ്ടു കൊടുത്തിട്ട് ഓഫ്ലൈൻ ആയിക്കോടുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇനി ഡെലിവറി കൊണ്ടു കൊടുക്കണ്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു സൊമാറ്റോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഓർഡറാ. നമുക്ക് ഈ 5 കിലോമീറ്റർ കേട്ടോ. നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പോന്നു. ചേട്ടാ ഡ്രാഫ്റ്റിൽ പോകാന്ന് വിചാരിച്ചേട്ടാ, പറ്റിയില്ല. ചെറിയൊരു ക്ലൈമ്പ്, ചെറുതാട്ടാ. സ്ലോ ആയാൽ മടിയാവും. വാടാനപ്പള്ളി 4 കിലോമീറ്റർ. ഹാവൂ, ഇനി ഇറക്കാട്ടോ. സമാധാനായി. അയ്യോ ചേട്ടാ, ബ്രേക്ക് പിടിച്ച എല്ലാം പോയി. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ആരോഗ്യം എടുത്ത് വീണ്ടും ചവിട്ടണം കേട്ടോ. അത് പണിയാ. ഇനി പ്ലെയിൻ റോഡാ, ഇനി കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ 8:35 കേട്ടോ. ഞാൻ 8:20 കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. അപ്പോൾ 8:20 തൊട്ട് 8:21 വേണമെങ്കിൽ കൂട്ടിക്കോ. 20 കഴിഞ്ഞ് 21 കൂട്ടിക്കാം. 15 മിനിറ്റിന് താഴെ എടുത്തു കേട്ടോ. 10-15 മിനിറ്റാണ് നമുക്ക് ഒരു 7 കിലോമീറ്ററൊക്കെ പോകാൻ എടുക്കാറ്. അപ്പോൾ ഇവിടെ അടുത്താണ് ആളുടെ വീട് വരണേ. തെറി പറയാം കേട്ടോ, കുറേ ലേറ്റായി, ഭയങ്കര ലേറ്റായി. എവിടെയാണ് വീട് നോക്കട്ടെ.
ഭയങ്കര ലേറ്റായാ? 1 hour മേലെ എനിക്ക് തോന്നുന്നു. എനിക്ക് 7:30 മുന്നേ അവിടെ ഓർഡർ കിട്ടിയത്. ഇപ്പം 8:30 8:30 കഴിഞ്ഞ്. അവിടെ 3/4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആയിട്ടില്ലെന്ന് പറഞ്ഞ. വെൽക്കം. സൈക്കിൾ അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് എനിക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് 13 മിനിറ്റ് എടുത്തു. 13 മിനിറ്റ്. പെട്ടെന്ന് എത്തി. സൈക്കിൾ വേഗത്ത്, അതുകൊണ്ട് ഡിലേ ആവില്ല. ഹോട്ടലുകാരെ ഡിലേ ആക്കിയാലേ ഉള്ളൂ. ശരി എന്നാ, താങ്ക്സ്. ഒന്നാലോചിച്ച് നോക്കിയൊക്കെ, കാലത്ത് ഉറക്കാനായിട്ട് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം വൈകിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന്. ഭയങ്കര ലേറ്റായെന്ന് പറഞ്ഞോട്ടോ, വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ കേട്ടുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇതുകളൊന്നുമില്ല. ഓർഡറിന് ഇത് കിട്ടിയത് 45 രൂപയാണ് നമുക്ക് ഓർഡർ നമ്മൾക്ക് കൊടുത്തതിന് കിട്ടിയത് കേട്ടോ. അതിൽ 24 രൂപ ഞാനൊരു കാപ്പി കുടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ലാഭം മനസ്സിലായില്ലേ? നമുക്കിനി നേരെ നമ്മുടെ ഇവിടേക്ക് പോകാം കേട്ടോ. AC സ്കൈ വാക്കില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, 100 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ സമ്പാദിക്കുക എന്നുള്ളത്. അതുപോലെ നമുക്ക് ചെയ്താലോ? 100 വ്ളോഗ് ഇടേണ്ടി വരും. നമുക്ക് ഇനി വരുന്ന 100 ദിവസത്തെ പ്ലാനുകളെല്ലാം മാറ്റേണ്ടി വരും. എന്നാലും 1 ലക്ഷം രൂപയാണ് ഉണ്ടാക്കാൻ പറ്റുക. സൈക്കിളിൽ 1 ലക്ഷം രൂപ 100 ദിവസം കൊണ്ട് സൊമാറ്റോ ഡെലിവറി ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സീരിയസ്ലി ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഷൂട്ട് ചെയ്യണത് 2-ാം തീയതിയാണ് കേട്ടോ, വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇന്ന് 2-ാം തീയതി ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ, ഇന്ന് ഒക്ടോബർ 2-ഓ 3-ഓ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒക്ടോബർ 3-ാം തീയതിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. 10 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോനെ 1000 വേണ്ട 10,000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ 100 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ചലഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു വ്ളോഗ് വരും കേട്ടോ. 100 ദിവസവും വ്ളോഗ് ഉണ്ടാവും സൊമാറ്റോയുടെ. കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം എല്ലാ ദിവസത്തെയും കണ്ടൻറ്റ് മാറ്റി വെച്ചിട്ട് വേണം ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇറങ്ങേണ്ടി വരും. എൻ്റെ മാക്സിമം ഞാൻ പുഷ് ചെയ്യും കേട്ടോ. നിങ്ങൾ സീരിയസ്ലി അങ്ങനത്തെ ഒരു വ്ളോഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. 10,000 ലൈക്ക്. ഇന്ന് ഒക്ടോബർ 3, ഇന്നേക്ക് 10-ാം ദിവസത്തിനുള്ളിൽ 10,000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ചലഞ്ചാണ്. എനിക്ക് എൻ്റെ അടപ്പ് തെറിക്കുന്നതുകൊണ്ട് ആരും ലൈക്കും ചെയ്യണ്ട കേട്ടോ, വെറുതെ പറഞ്ഞോ. രസമായിരിക്കും, നോക്കി നോക്കട്ടോ. ചലഞ്ച് ആക്സെപ്റ്റഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ #ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് ഇടാം കേട്ടോ. നോക്കാമല്ലോ. അന്ന് വന്നിട്ടുണ്ടായിരുന്നോ? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഹെൽമെറ്റ് ഞാൻ കണ്ടു, ഈ ബൈക്ക് അങ്ങോട്ട് പോണത് കണ്ടു. ഇല്ല, കഴിഞ്ഞു പോണോ? ആ, വീട്ടിൽ പോവാ. ഇനി ചെറിയൊരു ക്ലിപ്പ് കൂടി എടുക്കാനുണ്ട്. വ്ളോഗാണ്. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു വ്ളോഗിലാ. ശരി ശരി, അറിയില്ല, നോക്കി നോക്കണം. സൈക്കിളല്ലേ, നോക്കട്ടെ. ശരി, കാണാം. നമ്മളെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കൈ വാക്കിൻ്റെ അവിടെ എത്തി. ആക്ച്വലി ആൾക്കാർ ഇപ്പോഴും അതിന് ആ ഉള്ളിൽ കൂടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതെ, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊരു പോലീസുകാരനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരുമാനം കാര്യമുള്ളൂ. യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും സുരക്ഷയ്ക്കായി ആകാശപാത ഉപയോഗിക്കുക. പൊതുജനങ്ങൾ ഈ ഭാഗത്ത് റോഡ് മുറിച്ച് കടക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അനൗൺസ്മെന്റിലൊന്നും നിൽക്കുന്നു തോന്നില്ല കേട്ടോ. ഈ സാധനം ഒരു പോലീസുകാരനെ പിടിച്ച് നിർത്താണെങ്കിൽ കുറച്ചുകൂടി ഒരു 100 രൂപ എങ്ങനെ ഫൈൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരുകൾ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് AC കൊള്ളാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടത് ഈ സാധനം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. എല്ലാം ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് എല്ലാം അറിയണത്. ആഹാ, ഓ കൊള്ളാലോ, നൈസ്. ഓയ് പൊളിച്ച്. ഇനി കോളേജ് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്ന് സൊള്ളല്ല ലൈക്ക് ഓബിയസ്ലി നിനക്ക് ഊഹിക്കാലോ. എൻ്റെ മോനെ ഇവിടുന്ന് AC ഇത് വരണത്. ശേ, നല്ലതാണ് കേട്ടോ, നല്ല രീതിയിൽ
നല്ല രീതിയിൽ തണവുണ്ട്. പൊളിച്ച് ഞാൻ എത്ര പ്രതീക്ഷയില്ല ചേട്ടാ. ഓ റൈഡൊക്കെ കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ തൃശ്ശൂരിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ റൈഡുകളൊക്കെ ആക്ച്വലി കുറച്ച് ലേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. നോക്കിയേ അടിപൊളി കേട്ടോ, പൊളിച്ച്. എക്സിബിഷൻ ഗ്രൗണ്ട് തുപ്പരുത്. ഇത് നല്ലൊരു ആശയമാണ്, തുപ്പരുത്. ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തേക്കുള്ള ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് വേണമെങ്കിൽ പോണത്, ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട്, വെജ് പച്ചക്കറി മാർക്കറ്റിലേക്ക് ഇങ്ങോട്ട് പോകണം. അങ്ങനെ ഓരോരോ ഇതുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എവിടെയാണ് കാറ്റ് വരണേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ കാറ്റ് വരണേ. ഇവിടെ കുറച്ച് നേരം നിൽക്കാം. ഹായ്, സുഖം കഴിച്ച് ലൈവ് സുഖം കേട്ടോ. ആഹാ പൊളിച്ച് അടിപൊളി കഴിച്ച്. കൂടുതലും പുതുതലമുറയാണ് കേട്ടോ, കുറച്ച് ഏജ്ഡ് ആയവരൊന്നും അങ്ങനെ വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ മടിയുള്ളവരും ലിഫ്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തവരും ഇത് കയറുന്നില്ല കേട്ടോ. ലൈക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അവർ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറണുള്ളൂ കേട്ടോ. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ലിഫ്റ്റ് കയറാൻ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാരുമില്ല, പക്ഷെ ബാക്കി എല്ലാവരും കയറുന്നുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് അറിയാത്തവരും ഇടയ്ക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാം സർവ്വസാധാരണ കേസ്, എല്ലാം ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ സംഭവം കൊള്ളാം. നിങ്ങൾ തൃശ്ശൂർക്കാരാണെങ്കിൽ കയറി നോക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ് കേസ്. കാലത്ത് 6 മണി തൊട്ട് 8 മണി വരെയായിരുന്നു നമ്മുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഗിഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 6 മണി തൊട്ട് 8 മണി വരെ, 2 മണിക്കൂർ കാലത്ത്. അപ്പോൾ ഒരു 200 രൂപയ്ക്കാണ് മാക്സിമം ഒരു പേ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 200 രൂപ ഫുള്ള് കിട്ടാറില്ലെങ്കിലും എന്നാലും കാലത്ത് ഒരു 2 മണിക്കൂർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് മേലെ എന്തായാലും കിട്ടാറുണ്ട് കേട്ടോ. 2 മണിക്കൂർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകൂടി 44 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 1/2-3 മണിക്കൂർ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിട്ടാ, ആ ഒരു ഹോട്ടലിൽ തന്നെ പോയി. അപ്പോൾ അത് അങ്ങനെ പോയി. പിന്നെ ഒരു 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു, അതൊരു 10-15 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്ത് കഴിയുന്ന സംഭവമാണ്. 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒന്നും പ്രശ്നമല്ല. 10 കിലോമീറ്ററൊക്കെ ദൂരം വരാണെങ്കിലാണ് നമുക്കൊരു 20-25 മിനിറ്റൊക്കെ സൈക്കിളിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. എന്തായാലും വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് വരും. സൈക്കിളിൽ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും അത് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ബാക്കി കാര്യങ്ങളും നമുക്ക് ആലോചിക്കണം കേട്ടോ. ഞാനൊരു ഇത് പറഞ്ഞു വെച്ചു എന്നുള്ളൂ. ബാക്കി കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ, കാരണം 100 ദിവസം വേറെ കണ്ടൻറ്റുകളൊന്നും ഓടാൻ പറ്റില്ല ചാനലിൽ. നമുക്ക് ആ കൂടിയുള്ള ഒരു ഇൻകം സോഴ്സ് ഇതാണ്. അപ്പോൾ പിന്നെ ഇത് ഡൗൺ ആക്കി കഴിഞ്ഞാലും പറ്റില്ല കേട്ടോ. അപ്പോൾ നോക്കാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദാൻ ബൈ.